എന്നിട്ട് ആ കറുത്ത സംഭവം അവിടെ ജോലി ചെയ്യുന്ന ഒരു പോലീസിനുള്ളിൽ കയറിയിട്ട് അവനെയും ഡീമനാക്കി മാറ്റുന്നത്. ഇതേ സമയം നമ്മുടെ മീഹോയും ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴാണ് അവിടുത്തെ പെണ്ണും നമ്മുടെ മീഹോയെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മിസ്റ്റർ റോയോട് ഇവിടെ മീഹോ വന്നിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണം എന്നിങ്ങനെ മിസ്റ്റർ റോയോട് ചോദിക്കും. എന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു പോലീസും നമ്മുടെ മീഹോയെ വിളിച്ച് ഒരു റൂമിലെത്തി വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മീഹോയ്ക്ക് ദേഷ്യം വന്ന് ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ തന്നെ ആ കറുത്ത സംഭവം അകത്തോട്ട് കയറിയ ആ പോലീസ് ഇങ്ങനെ മീഹോയുടെ അടുത്തേക്ക് വരും. ഇത് കണ്ടിട്ട് മറ്റേ പോലീസും അവനെ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പോലീസ് ഡീമനായിട്ട് മാറി മറ്റേ പോലീസിനെ അടിച്ചിരുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ മീഹോ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് വേറൊരു പോലീസ് ആ ഡീമനെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് വീഴ്ത്താൻ നോക്കുന്നത്. എന്നാൽ ഈ സമയം നോക്കി നമ്മുടെ മീഹോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പാർക്കിംഗിൽ ഉണ്ടായിരുന്ന ഒരു കാർ എടുത്ത് അവളും ഡീമന്റെ രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ അതേസമയം ആ ഡീമനും ആ കാറിന് മുകളിൽ കയറി നമ്മുടെ മീഹോ ഇങ്ങനെ കൊല്ലാൻ നോക്കും. ഇതെല്ലാം വേറെ ഒരു കാർ ഇരുന്ന് ഒരു കൊച്ചുകുഞ്ഞും ഇവിടെ എന്തോ നടക്കുന്ന എന്നിങ്ങനെ ആ കൊച്ചുകുഞ്ഞും അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ മീഹോയെ രക്ഷപ്പെടാൻ വേണ്ടി കാർ എങ്ങനെയെങ്കിലും ഓടിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മുമ്പിൽ ഒരു ശില്പം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. അത് കണ്ടോടൻ നമ്മുടെ മീഹോ കാർ തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആക്സിഡന്റ് ആവുന്നത്. എന്നിട്ട് അവളും കാറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഡീമന്റെ രക്ഷപ്പെടാൻ ഓടുമ്പോഴാണ് ആ ഡീമൻ പെട്ടെന്ന് മീഹോയുടെ അടുത്തുനിന്ന് മീഹോയെ കൊല്ലാൻ നോക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ മാൻ അവിടെ വന്ന് അവന്റെ വാൾ ഉപയോഗിച്ച് ആ ഡീമനെ കൊന്ന് നമ്മുടെ മീഹോ എങ്ങനെ രക്ഷിക്കും. ആ ഡീമനെ കൊന്ന ഉടൻ അതൊരു കല്ലായിട്ട് മാറി താഴെ വീഴും. ഇത് കണ്ടിട്ട് നമ്മുടെ മീഹോയും ചോദിക്കും അതെന്തോ സംഭവം. അപ്പൊ നമ്മുടെ മാനും പറയും ഡീമനെ കൊന്നോടൻ അവരൊരു കല്ലായിട്ട് മാറും, ഇത് നിനക്ക് ഒട്ടും ഓർമ്മയില്ലേ. അതിന് നമ്മുടെ മീഹോയും എനിക്കെങ്ങനെ ഓർമ്മ വരാനാ എന്നിങ്ങനെ പറഞ്ഞോടൻ നമ്മുടെ വാൻ അവിടുന്ന് പോകാൻ നോക്കും. അപ്പൊ നമ്മുടെ മീഹോ അവനെ പിടിച്ചെടുത്തിട്ട് എനിക്ക് കുറെ ചോദ്യങ്ങളുണ്ട്, അതുമല്ലാതെ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ എന്നിങ്ങനെ പറഞ്ഞ് വാനെ പിടിച്ചിരുത്തി അവളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിനക്ക് മാത്രമേ ആ ഡീമനെ കൊല്ലാൻ പറ്റത്തുള്ളൂ, അതുമല്ലാതെ ഞാൻ എവിടെ പോയാലും ഈ ഡീമന് അവിടെ വന്ന് എന്നെ കൊല്ലാൻ സാധിക്കുമോ എന്നിങ്ങനെ അവൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ വാനും പറയും ഇപ്പൊ എനിക്ക് മാത്രമേ കൊല്ലാൻ പറ്റത്തുള്ളൂ, അതുമല്ലാതെ നീ എവിടെ പോയാലും അവർ നിന്നെ കൊല്ലും, അത് നിന്റെ വിധിയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വാൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം നമ്മുടെ യോഹാനും വാൻ ഡീമൻസിനെ കൊന്ന എല്ലാ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെയുള്ള സംഭവങ്ങളൊക്കെ അവൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം അവനൊരു പെയിന്റിംഗ് നോക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവനും മിസ്റ്റർ റോയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ ആ വാനിനെ കണ്ടിട്ടുണ്ടോ, അവനെ കാണാൻ എങ്ങനെയായിരിക്കും. അതിന് മിസ്റ്റർ റോയും പറയും ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, നീ അവനെ കാണുമ്പോൾ അവൻ എങ്ങനെയാണെന്ന് അറിയും, അവൻ ഡീമനാണോ മനുഷ്യനാണോ എന്നൊക്കെ. ഇതിട്ട് നമ്മുടെ യോഹാനും എന്നാ ശരി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ വാനും ആ ഡീമനെ കൊന്ന ആ കല്ല് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് കാണും. എന്നിട്ട് ആ അമ്മൂമ്മയും നമ്മുടെ വാനിനെ വിളിച്ചോണ്ട് അവനിങ്ങനെ ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴാണ് ആ അമ്മൂമ്മയും പറയുന്നത് ആ മീഹോയാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പുതിയ ജന്മം എടുത്തതെങ്കിൽ അവളുടെ അടുത്ത് എന്തെങ്കിലും സിമ്പിൾ കാണും എന്നിങ്ങനെ അമ്മൂമ്മ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഫാനിന് ഫുഡ് കൊടുക്കും. എന്നാൽ ഇതേ സമയം ആ അമ്മൂമ്മയുടെ കൊച്ചുമോളും വന്നിട്ട് ഇയാൾ പിന്നെയും വന്നോ, ഇയാൾ പൈസ കൊടുക്കാതെ എപ്പോഴും കഴിച്ചോണ്ട് പോകാണല്ലോ, ഇപ്രാവശ്യം ഇയാളെ ഞാൻ വിടുന്നില്ല, ഈ കൊച്ചിന്റെ പേരാണ് യുഞ്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ വാനും അവിടെ എഴുന്നേറ്റങ്ങ് പോകും. അതിനുശേഷം അന്ന് രാത്രി നമ്മുടെ മീഹോയും ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് മിസ്റ്റർ അവൾക്ക് ചായ എടുത്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ട് അവൾ മിസ്റ്റർ റോയോട് ചോദിക്കും നിങ്ങളല്ലേ എന്നെ ഫ്ലൈറ്റ് കയറാൻ സമ്മതിക്കാത്തത്, ഞാനിപ്പോൾ കയറിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാണ്. ഇത് കേട്ട് മിസ്റ്റർ റോയും പറയും ഞാൻ നിങ്ങൾക്ക് ചെയ്തതെല്ലാം നല്ലതാ, നിങ്ങളിപ്പോൾ കയറിപ്പോയാൽ നിങ്ങളുടെ ആന്റി നിങ്ങളെ ചിലപ്പോൾ കൊന്നെന്ന് വരും, അതുമല്ലാതെ നിങ്ങളുടെ അച്ഛന് നിങ്ങളെ പിന്നെ ഇഷ്ടമല്ലെന്ന് വരും, അതുകൊണ്ട് നിങ്ങളിപ്പോ ഇവിടെ തന്നെ ഇരിക്കുന്നതാ സേഫ്. എന്നാൽ ഇതെല്ലാം കേട്ട് നമ്മുടെ മീഹോയും എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല, ഞാൻ ഇപ്പോ ഉറക്കം വരാനുള്ള ഗുളിക കഴിക്കാൻ പോവുക എന്നിങ്ങനെ പറഞ്ഞ് മിസ്റ്റർ റോയെ പറഞ്ഞിട്ട് അവൾ ആ ഗുളിക കഴിക്കും. എന്നാൽ അവൾക്ക് ആരോ അവളെ ചുറ്റി ഉള്ളതുപോലെ തന്നെ ഫീൽ ആകുന്നുണ്ട്. അവൾ ഇങ്ങനെ പുറത്തോട്ട് പോയി നോക്കുമ്പോഴാണ് അതേസമയം നമ്മുടെ വാൻ അവിടെ വരുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ മീഹോയും വാനോട് ചോദിക്കും നീ അങ്ങനെ ഇവിടെ വന്ന എന്നിങ്ങനെ പറഞ്ഞ് അവളും ഇങ്ങനെ വാനിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ വാനും പറയും ഞാൻ വരുന്ന വഴിക്ക് ഒരു ഡീമൻ എന്നെ നിന്നെ പോലെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി, ആ ഡീമന്റെ കണ്ണ് ഞാൻ കുത്തിയെടുത്ത് അതിനെ കൊന്ന്, അതേപോലെ നിന്നെയും ചെയ്യണോ എന്നിങ്ങനെ നമ്മുടെ വാനും ചോദിക്കുമ്പോൾ നമ്മുടെ മീഹോയും പറയും വേണ്ട ഈ ഡീമൻസിനൊക്കെ ഇവിടെ വരാൻ കഴിയുമോ എന്നിങ്ങനെ അവൾ ചോദിച്ച ഉടൻ ആ ഡീമനെ കൊന്ന ഒരു കല്ലെടുത്ത് അവളുടെ മുമ്പിലേക്ക് ഇടും. ഇത് കണ്ടിട്ട് മീഹോയും അപ്പോ അവർക്ക് ഇവിടെയും വരാൻ കഴിയും, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുന്ന, ഈ റൂമിൽ തന്നെ കുത്തിയിരിക്കാനാണോ നീ പറയുന്നത്